പ്രവാസി ഭാരതി 810 AM. മുഖാമുഖം. മുഖാമുഖത്തിൽ ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ വിറ്റിൽസി സിറ്റിയുടെ ഡെപ്യൂട്ടി മേയർ ശ്രീ ടോം ജോസഫുമായി കെ ചന്ദ്രസേനൻ നടത്തുന്ന അഭിമുഖം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മുഖാമുഖത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുഖാമുഖത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മുൻപ് ഗൾഫിൽ തന്നെ ഒരു പ്രവാസിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ഉന്നതമായ ഒരു സ്ഥാനം വളരെ ദൂരെ മറ്റൊരു രാജ്യത്ത് അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ വിറ്റിൽസി എന്ന് പറയുന്ന പ്രദേശത്ത്, സിറ്റി ഓഫ് വിറ്റിൽസി, അവിടുത്തെ ഡെപ്യൂട്ടി മേയറാണ് ഇപ്പോൾ നമ്മുടെ അതിഥി ശ്രീ ടോം ജോസഫ്. അദ്ദേഹം ഒരു ഹ്രസ്വ സന്ദർശനത്തിനായി ഗൾഫ് രാജ്യത്തെത്തിയതാണ്. അദ്ദേഹം പ്രവാസി ഭാരതിയുടെ സ്റ്റുഡിയോ സന്ദർശിക്കാനെത്തി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി അല്പസമയം സംവദിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന സ്വീകരിച്ച് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട് മുഖാമുഖം പരിപാടിയിൽ. അദ്ദേഹത്തെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. താങ്ക് യു. റേഡിയോയെക്കുറിച്ച് അങ്ങേടുത്ത് ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് റേഡിയോ അറിയാമല്ലോ. അതെ അതെ. എന്നാൽ പ്രവാസി ഭാരതി ഒരു പുതിയ റേഡിയോ സംവിധാനമാണ്. നമ്മളിപ്പോൾ 2016 അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് നടന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ റേഡിയോ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം പവർ അത്രത്തോളമുണ്ട്. അബുദാബി ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ നമുക്ക് 2 ലക്ഷം വാട്ട്സ് പ്രസരണശേഷിയുള്ളൊരു വളരെ പുതിയ ടെക്നോളജി, DRM ടെക്നോളജിയിലുള്ള ട്രാൻസ്മിറ്ററിലൂടെയാണ് ഇതിൻ്റെ പ്രസരണം നടക്കുന്നത്. അപ്പോൾ ഗൾഫിൽ 6 രാജ്യങ്ങൾ, കുവൈറ്റ് ഒരു ലേശം റിസപ്ഷൻ കുറവാണ്, ബാക്കി 5 രാജ്യങ്ങളിലും കിട്ടുന്നുണ്ട്. സൗദി അറേബ്യയിൽ റിയാദ് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലിസണർഷിപ്പിന് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ UAE സന്ദർശനത്തിന് എത്തുമ്പോൾ ഞങ്ങളുടെ മുഖാമുഖം പരിപാടിയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഔർഗസ്റ്റ് എന്ന പരിപാടിയിലോ ഒക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഓസ്ട്രേലിയയിലെ വിറ്റിൽസി എന്ന സിറ്റിയിലെ ഡെപ്യൂട്ടി മേയറായി ഇപ്പോൾ ഒരു മലയാളി എത്തപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതഗാഥ ഞങ്ങളുടെ ശ്രോതാക്കൾ അറിയിക്കണമെന്ന് പ്രവാസി ഭാരതിക്ക് ആഗ്രഹമുണ്ട് അതിയായ. എവിടെ തുടങ്ങണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാൻ തോന്നും. ഏത് വർഷത്തിലാണ് ഓസ്ട്രേലിയക്ക് അങ്ങ് എത്തപ്പെടുന്നത്? 2006 ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയത്. ഫാമിലി ചെയ്ത് പെർമനന്റ് റെസിഡൻസ് എടുത്ത് അങ്ങോട്ട് കുടിയേറിയത്. അതിനു മുമ്പ് ഞാനിവിടെ ഒരു 5-5 വർഷം ഞാൻ ദുബായിലുണ്ടായിരുന്നു. 2001 ഞാൻ ദുബായിൽ വന്ന്. അപ്പോൾ ശരിക്കും ഒരു ദുബായ്ക്കാരനാണ്. അതെ അതെ. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിലെ വിറ്റിൽസി എന്ന സിറ്റിയുടെ ഡെപ്യൂട്ടി മേയറായി നമ്മുടെ മുന്നിലിരിക്കുന്നത് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു ആ ഒരു ജീവിത രീതി എന്ന് ഉദ്ദേശിച്ചത്? എങ്ങനെയായിരുന്നു ഒരു ദുബായ്ക്കാരൻ അങ്ങ് എത്തപ്പെടാനുണ്ടായ കാര്യം? ഞാൻ ദുബായിലായിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു വെസ്റ്റേൺ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയ റിസർച്ചിൽ നമുക്ക് 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് വെസ്റ്റേൺ കൺട്രീസ് ആണല്ലോ ഉള്ളത്. കാനഡ, അമേരിക്ക, ഇംഗ്ലണ്ട്, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. അപ്പോൾ അതിൽ നോക്കിയതിൽ വെച്ചിട്ട് നല്ലത് ഓസ്ട്രേലിയ എന്ന് തോന്നി. അല്ല, അവിടെയാണ് നമ്മുടെ സംശയം വീണ്ടും. കൂടുതൽ പേരും US, കാനഡയിലെ പ്രിഫർ ചെയ്യുന്നത്. അതെ, എൻ്റെ റിസർച്ചിൻ്റെ ഫലമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എല്ലാ കൺട്രീസിനും അതിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഉണ്ടായിരുന്നു. പക്ഷേ US ഞാൻ കൺസിഡർ ചെയ്യുന്നത് ക്രൈം റേറ്റ് കാരണമാണ്. എക്സ്ട്രീംലി ഹൈ ക്രൈം റേറ്റ്. കാനഡയും UK ഞാൻ ഫേവർ ചെയ്യുന്നത് എക്സ്ട്രീം കോൾഡ് കാരണം. ന്യൂസിലൻഡ് സെലക്ട് ചെയ്യുന്നത് നല്ല കൺട്രി, ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാം നല്ലതാണ്, ജോലി ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അത് ശരി. അപ്പം ഓസ്ട്രേലിയയാണ് എല്ലാം കൊണ്ട് നല്ലത്. നല്ല ക്ലൈമറ്റ്, നല്ല ആൾക്കാർ, ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ എല്ലാം കൊണ്ട് നല്ലൊരു സിറ്റി, നല്ലൊരു കൺട്രി. അപ്പോൾ 2006 ഫാമിലി കുടുംബസമേതം അങ്ങോട്ടേക്ക് പോയത്? കുടുംബസമേതം PR അടുത്ത് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു ജോലിയായിട്ടാണ് പോയത്, അതോ ബിസിനസ് വല്ലതും സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു? ഇല്ല, അവിടെ ഞാൻ പോയി അവിടെ ജോലി കണ്ടുപിടിക്കുമായിരുന്നു. ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ചെയിനിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ വൂൾവർട്ട്സ് എന്നൊരു കമ്പനിയിൽ. അവിടെ അവർക്ക് 1000 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറെ അവരുടെ തന്നെ റൈവൽ കമ്പനി 5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നെ 5 വർഷം അവരുടെ റൈവൽ കമ്പനി കോൾഡ് സ്റ്റോറേജ്. അത് ഈക്വലി ബിഗ് കമ്പനി. ഈ 2 കമ്പനി ഓസ്ട്രേലിയയിലെ 2 ലാർജസ്റ്റ് ലോക്കൽ കമ്പനീസ്. അത് 2 ഞാൻ ജോലി ചെയ്തു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പൊതുജന അല്ലെങ്കിൽ പൊതുപരിപാടികളിലേക്ക് എത്തപ്പെടുന്ന കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിലേക്ക് എത്തപ്പെടാനുണ്ടായ സാഹചര്യം? ഞാൻ 2006 ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ ഓസ്ട്രേലിയയിൽ ഈ ന്യൂ വേവ് ഓഫ് മൈഗ്രൻസ് വരുന്നേ ഉള്ളൂ. ഇന്ത്യൻസ് ഇങ്ങനെ ഒരുപാട് നന്നായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നൊരു സമയമായിരുന്നു. പക്ഷേ ആ സമയത്താണ് നിങ്ങൾ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് റേഷ്യൽ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് മൾട്ടി കൾച്ചറലിസം പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൾച്ചർ
വെള്ളക്കാരെ അറിയിക്കണം. അതിനു മുമ്പ് ഓസ്ട്രേലിയ ഒരു മൈഗ്രൻ്റ് കൺട്രിയാണ്. അത് ആദ്യം അവിടുത്തെ അബോറിജിനൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ കുക്ക് വന്നപ്പോൾ മുതൽ ബ്രിട്ടീഷുകാർ അയർലൻഡുകാർ അങ്ങോട്ട് കുടിയേറി. പിന്നെ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പം യൂറോപ്പിലെ മൈഗ്രൻസ് വന്ന്, ഗ്രീക്കുകാരും ഇറ്റലിക്കാരും അങ്ങനെയുള്ള മൈഗ്രൻസ് വന്നു. പക്ഷേ എസെൻഷ്യലി അന്ന് വന്ന മൈഗ്രൻസ് എല്ലാം വൈറ്റ്സ് ആയിരുന്നു. ഈ പോസ്റ്റ് 2000 ഈ നോൺ വൈറ്റ്സിൻ്റെ മൈഗ്രേഷൻ കൂടുതൽ വരാൻ തുടങ്ങി. ഇന്ത്യക്കാരും ചൈനക്കാരും കുറച്ച് ആഫ്രിക്കൻസും ഒക്കെ കൂടുതലും ഇന്ത്യക്കാരാണ് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് അങ്ങോട്ട്. അപ്പോൾ ഈ സമയത്ത് എല്ലാ മൈഗ്രൻസ് ഗ്രൂപ്പ് വന്നപ്പോഴും അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. 50s 60s ഗ്രീക്കാർ ഇറ്റലിക്കാർ വന്നപ്പോൾ. പക്ഷേ അത് വേറെ ലെവലിലുള്ള ഡിഫറൻസ് ആയിരുന്നു. നമുക്ക് ഒന്നുമില്ല അവരുടെ സ്കിൻ കളർ വന്നായിരുന്നുകൊണ്ട് ആ ഒരു വഴി വെച്ച് കാണുമ്പം മനസ്സിലാകത്തില്ല ആരാന്ന്. പക്ഷെ നമ്മൾ വി സ്റ്റാൻഡ് ഔട്ട്. കാരണം അപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ കൾച്ചർ എങ്ങനെ ഞാൻ വിചാരിച്ച സോഷ്യൽ ഇൻറ്റഗ്രേഷൻ ഏറ്റവും നല്ലത് നമ്മുടെ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ഒരു അസോസിയേഷൻ ഫോം ചെയ്യും. ഡോറിയൻ മൾട്ടികൾച്ചറൽ അസോസിയേഷൻ ഫോം ചെയ്യും. ഞങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദിവാലി ഫെസ്റ്റിവൽ ഇന്ത്യൻസിൻ്റെ മാത്രം അല്ല ഇന്ത്യൻസിനെ ഉദ്ദേശിച്ചല്ല ചെയ്തേക്കുന്നത്, ആ വെള്ളക്കാർക്ക് വേണ്ടി ചെയ്തതാണ്. ഇന്ത്യൻസ് നടത്തുന്ന പ്രോഗ്രാം, പക്ഷേ ഓഡിയൻസ് വാസ് ഓൾവേസ് വൈറ്റ്സ്. കാരണം വെള്ളക്കാരെ നമ്മുടെ കൾച്ചർ എങ്ങനെ കാണിക്കുക എന്നുള്ളത്. ഞാൻ നടത്തിയിരിക്കുന്ന ദിവാലി ഫെസ്റ്റിവൽസിലൊക്കെ 20,000 30,000 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം വെള്ളക്കാർ. അത് ശരി. അപ്പം ദീപാവലിക്ക് അപ്പം അതുപോലെ അവർക്കെല്ലാം അതൊരു പുതിയ അനുഭവമായിരിക്കും അല്ലേ? അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അനുഭവമാണ്. അപ്പോൾ അവർ ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കൾച്ചറൽ റിച്ച്നെസ് ഒക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ അവർ വിചാരിക്കുന്ന പ്രാകൃതരല്ല, നമ്മൾ അവരെക്കാട്ടിലും കൾച്ചർഡ് ആൾക്കാർ. അങ്ങനെ ഒരു തോന്നലുണ്ടോ വെള്ളക്കാർക്കുണ്ടോ അല്ലേ? തീർച്ചയായിട്ടും കാണും. പിന്നെ ഒരു എല്ലാവരും ജനറലി സ്പീക്കിംഗ് ആൾക്കാരൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു മൈനോറിറ്റി ആൾക്കാർ എപ്പോഴും ഉണ്ട്. ഈ റേസിസ്റ്റ് ആൾക്കാർ ഇൻവേരിയബിളി ഈ സോഷ്യലി ആൻഡ് എക്കോണമിക്കലി ബാക്ക്വേർഡ് ആൾക്കാരായിരിക്കും. കാരണം അവിടെയും അതിന് കാരണമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം അമേരിക്കൻ ഹിസ്റ്ററി എടുത്ത് നോക്കും. ഈ സ്ലേവറി അബോളിഷ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്തത് ഒന്ന് ലാൻഡ് ഓണേഴ്സ്, ഓഫ് കോഴ്സ് അവർക്ക് അതിൻ്റെ അൾട്ടീരിയർ മോട്ടീവ് ഉണ്ട്. 2 ഈ ലോ ഇൻകം വൈറ്റ്സ് ആയിരുന്നു. കാരണം അവരുടെ ജോലി ബ്ലാക്സ് റീപ്ലേസ് ചെയ്യുമോ എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു. അവരാണ് ഏറ്റവും ഒപ്പോസ് ചെയ്തത്. ലാൻഡ് ഓണേഴ്സിനെക്കാട്ടിലും കൂടുതൽ ക്രൈം ചെയ്തേക്കുന്നത് അത് അന്ന് ഈ സ്ലേവറി ഒപ്പോസ് ചെയ്യുന്ന സ്ലേവ്സിനെതിരെ അന്ന് ആക്ച്വലി ലോ ഇൻകം വൈറ്റ്സ് ആയിരുന്നു. ആ സെയിം പ്രോബ്ലമാണ് ലോകത്തെല്ലായിടത്തും. അതായത് ലോ ഇൻകം ലോ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഉള്ള ആൾക്കാരാണ് മൈഗ്രേഷനെ ഒപ്പോസ് ചെയ്യുന്നത്. കാരണം അവരുടെ പേടി ന്യൂ മൈഗ്രൻസ് അവരുടെ ജോലി റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷേ അവർ റിയലൈസ് ചെയ്യാത്തൊരു കാര്യം, നമ്മൾ മൈഗ്രൻസ് റീപ്ലേസ് ചെയ്യുന്ന ലോ ഇൻകം ജോബ്സ് അല്ല, ടോപ്പ് ഇൻകം ജോബ്സ് ആണ്. നമ്മൾ പോയിട്ട് അവിടെ ടോയ്ലറ്റ് കഴുകാനോ അല്ലെങ്കിൽ സ്ട്രീറ്റ് സ്വീപ്പർ ആകാനല്ല നമ്മൾ പോകുന്നത്, നമ്മളവിടെ പോയി മേയർ ആകാനായിട്ടാണ് പോകുന്നത്. അത് എന്തായാലും ഒരു ഇന്ത്യക്കാരൻ്റെ, പ്രത്യേകിച്ച് ഒരു മലയാളിയുടെ ഒരു ഡ്രൈവാണ്. അതെ അല്ലേ? അത് തന്നെയാണ് നമ്മൾ അഭിമാനകരമായി നമ്മൾ എടുത്ത് കാണിക്കുന്നതും അത് തന്നെയാണ്. അഭിമാനം നൽകുന്ന കാര്യം അത് തന്നെയാണ്. അതെ. അങ്ങനെ അത്തരത്തിലൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു അല്ലേ? അതെ. ആ ഓർഗനൈസേഷന്റെ പേര് എന്തായിരുന്നു? ഡോറിയൻ മൾട്ടികൾച്ചറൽ അസോസിയേഷൻ. അത് ശരി. അപ്പം അത് നന്നായിട്ട് നടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് പല ആൾക്കാർ, പല ലോക്കൽ വെള്ളക്കാരുണ്ടെങ്കിൽ പറഞ്ഞ് എന്തുകൊണ്ടാണ് റെസിഡൻസ് അസോസിയേഷൻ റൺ ചെയ്യാത്തത്. അങ്ങനെ ഞാൻ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് റൺ ചെയ്ത് ഞാൻ ജയിക്കുകയും ഞാൻ 3 വർഷം ഡിസ്ട്രിക്ട് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ പൊളിറ്റിക്സിലായിട്ട് ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ എന്നുള്ളതുള്ളൂ. ഞാൻ അടുത്ത കൗൺസിൽ ഇലക്ഷൻ പേരിച്ച് എന്തുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ്, വൈ ഷുഡന്റ് ഐ സ്റ്റാൻഡ് ഫോർ ദി ഇലക്ഷൻ ആൻഡ് ഗിവ് ഇറ്റ് എ ക്രാക്ക്. നിന്നു, ജയിച്ചു. അങ്ങനെ കൗൺസിലറായി. അതെ, കൗൺസിലറായി. ഓക്കെ. അപ്പോൾ കൗൺസിലറായതിനു ശേഷം പിന്നീട് അതിൽ നിന്നല്ലോ തെരഞ്ഞെടുത്ത് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. കൗൺസിലേഴ്സാണ് മേയറും ഡെപ്യൂട്ടി മേയറും. എങ്ങനെയാണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ രീതി, അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? എത്ര പേർക്ക് അതിനകത്ത് വോട്ടവകാശമുണ്ട്? കൗൺസിൽ ഇലക്ഷന് നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ തന്നെ സിറ്റിസൺസിനെല്ലാം വോട്ട് ചെയ്യാം. പക്ഷേ ഒരു വ്യത്യാസം, അവിടെ പ്രോപ്പർട്ടി റൈറ്റ്സ് കൊടുക്കുന്ന എല്ലാവർക്കും കൗൺസിൽ ഇലക്ഷൻ വോട്ട് ചെയ്യാം. അതായത് നമ്മൾ സിറ്റിസൺ അല്ല, പക്ഷെ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ കരമടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൗൺസിൽ ഇലക്ഷൻ വോട്ട് ചെയ്യാം, മറ്റുള്ള ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബേസിക്കലി കരമടയ്ക്കുന്നവർക്കെല്ലാം കൗൺസിൽ ഇലക്ഷൻ വോട്ട് ചെയ്യാം. നമ്മൾ സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ കരമടയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം. ഒന്നുകിൽ സിറ്റിസൺ ആയിരിക്കണം, അതല്ലെങ്കിൽ കരമടയ്ക്കുന്ന വ്യക്തിയായിരിക്കണം. ഈ രണ്ട് ഏതായാലും നമുക്ക് വോട്ടവകാശമുണ്ട്. കൗൺസിലിൽ സ്റ്റേറ്റും ഫെഡറലും മറ്റേ ഇവിടെ ഇന്ത്യയിലെ പോലെ തന്നെയാണ്, സിറ്റിസൺസിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ താങ്കൾക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടല്ലോ? ഉണ്ട്. ഞാൻ 2008 സിറ്റിസൺഷിപ്പ് എടുത്താണ്. കിട്ടിയതാണ്. ഓക്കെ. പിന്നെ ഈ ഇലക്ഷൻ എങ്ങനെയാണ്? ബാലറ്റ് പേപ്പറാണോ അതോ ഇലക്ട്രോണിക് വോട്ടിംഗ് ആണോ അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം? ഓസ്ട്രേലിയയിലെ 3 ഇലക്ഷനും, അതായത് ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ എല്ലാം ബാലറ്റ് പേപ്പറിലാണ്. ഓസ്ട്രേലിയയിൽ വേറെ പല പ്രത്യേകതകളുണ്ട്. ഓസ്ട്രേലിയയിൽ കമ്പൽസറി വോട്ടിംഗ് ആണ്. ഡെമോക്രസിയിൽ വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ വോട്ടിംഗ് കമ്പൽസറി ആയിട്ടുള്ളത്. വോട്ട് ചെയ്തില്ലേ ഫൈൻ അടിക്കും. അത് ശരി. പിന്നെ ഓസ്ട്രേലിയയുടെ വേറൊരു പ്രത്യേകത, അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഇത് കമ്പൽസറിയാണ്, മാൻഡേറ്ററി ആണ്, ചെയ്തിരിക്കണം, വോട്ട് ചെയ്തിരിക്കണം. വോട്ടേഴ്സ് പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്തിരിക്കണം, അത് മാൻഡേറ്ററി ആണ്. ഓ, അത് ശരി. അല്ലെങ്കിൽ വാലിഡ് റീസൺ ഇല്ലെങ്കിൽ നമ്മളെ ഫൈൻ ചെയ്യും. ആ സംവിധാനം ഇന്ത്യയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും?
എങ്കിലും യഥാർത്ഥത്തിൽ അറിയാൻ പറ്റും. ഇപ്പോഴ് വളരെ കുറച്ച് ശതമാനമല്ലേ വോട്ട് ചെയ്ത് പോകുന്നുള്ളൂ. അതെ, പക്ഷെ അപ്പം ഓസ്ട്രേലിയയിലെ വോട്ടിംഗ് ഒരു 3 ആഴ്ചത്തെ പ്രോസസ്സാണ്. കാരണം നമുക്ക് എയർലി വോട്ടിംഗ് സെന്റേഴ്സ് ഉണ്ട്. അത് വളരെ എക്സ്പെൻസീവ് എക്സസൈസ്. ഈ കമ്പൽസറി വോട്ടിങ്ങിന്റെ ഒരു വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ഒരു ദിവസം വോട്ട് കഴിഞ്ഞു. ഇതങ്ങനെയല്ല, ഒരു ദിവസം ഒരു ആക്ച്വൽ വോട്ടിംഗ് ഡേ ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാം, അല്ലാതെ ആക്ച്വലി ഫിസിക്കലി പോയി വോട്ട് ചെയ്യാം. പ്രീ പോളിംഗ് സെന്റേഴ്സ് ഉണ്ട്. അപ്പം ഇതൊരു 3 ആഴ്ചത്തെ പ്രോസസ്സാണ് വോട്ടിംഗ്. അപ്പോൾ ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് എക്സസൈസ്. പിന്നെ ഓസ്ട്രേലിയയിൽ വേറൊരു പ്രത്യേകത ഇലക്ഷൻ ഉള്ളത്, ഓസ്ട്രേലിയ കമ്പൽസറി പ്രിഫറൻസ് വോട്ടിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 സ്ഥാനാർത്ഥികൾ നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, അല്ലെ വോട്ട് അസാധുവാണ്. അതായത് 1 തൊട്ട് 10 വരെ നമ്പർ ചെയ്യണം. ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 50% +1 വോട്ട് ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ ഇന്ത്യ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ 4 സ്ഥാനാർത്ഥികൾ നിന്നു. ഒരാൾക്ക് 26% കിട്ടി, മറ്റേ ആൾക്ക് 25 കിട്ടി, മറ്റേ ആൾക്ക് 17, അങ്ങനെ കിട്ടി എങ്കിൽ 26% കിട്ടുന്ന ആൾ ജയിക്കും. ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യയിലും ബ്രിട്ടനിലും ഒക്കെ ഉള്ളത്. പക്ഷേ ഓസ്ട്രേലിയയിൽ ഈ കമ്പൽസറി പ്രിഫറൻസ് വോട്ടിംഗ് ആയതുകൊണ്ട് 50% കൂടുതൽ വോട്ട് കിട്ടിയാലേ ജയിക്കത്തുള്ളൂ. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് സ്ട്രൈറ്റ് ഇപ്പോൾ 10 പേര് ഇലക്ഷൻ നിന്നു, ഒരാൾക്ക് സ്ട്രൈറ്റ് 50% വോട്ട് 50 മുകളിലുണ്ടെങ്കിൽ അയാൾ ജയിച്ചു. അല്ല എങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൾക്ക് നമ്പർ 1 ചെയ്തിട്ട് നമ്പർ 1 നമ്മൾ ആര് വോട്ട് ചെയ്തോ ആ ആൾക്ക് മറ്റേ ആ വോട്ട് അലോക്കേറ്റ് ആകും. അത് ശരി. അങ്ങനെ ഏറ്റവും കുറവ് കിട്ടിയ എലിമിനേറ്റ് ചെയ്ത് കിട്ടി ആ പ്രിഫറൻസ് അലോക്കേറ്റ് ചെയ്ത് നമുക്ക് ബേസിക്കലി നമ്മുടെ എന്നിട്ട് 50 കിട്ടുന്ന പോലെ ആണിത്. ഇന്ത്യൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായിട്ട് നമുക്കൊരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ അതാണ് 2 ഓസ്ട്രേലിയയുടെ പ്രത്യേകത. കമ്പൽസറി 10 പേർക്കും വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇപ്പം എനിക്ക് വോട്ടുള്ള ഒരാളാണ്, 10 സ്ഥാനാർത്ഥികളുണ്ട്, 10 പേർക്കും എനിക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും? നമ്പർ ഇടുവാണ്. അത് നമ്മുടെ ഫസ്റ്റ് പ്രിഫേർഡ് കാൻഡിഡേറ്റിന് 1 ഇടും. നമുക്ക് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് 1 ഇടും. മറ്റുള്ളവർക്ക് നമ്മൾ ചൂസ് ചെയ്യണം 2 തുടങ്ങി 10 വരെ. നമ്മുടെ ലീസ്റ്റ് പ്രിഫേർഡ് ആള് 10. ഓ, അത് ശരി. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രേഡ് പോലെ. അതെ അല്ലേ? അതെ. ആദ്യത്തെ ഗ്രേഡ് കൊടുക്കുന്ന ആളിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ആ ഗ്രേഡ് അനുസരിച്ച്. അതെ. അപ്പം ആദ്യത്തെ വോട്ടാണ് ആദ്യം കൗണ്ട് ചെയ്യുന്നത്. അപ്പം അതിൽ ഏറ്റവും കുറവ് കിട്ടുന്ന ആദ്യത്തെ വോട്ട് കിട്ടുന്ന ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ഏറ്റവും കുറവ് കിട്ടുന്ന ആളെയാണ് ഏറ്റവും ആദ്യം എലിമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾക്ക് നമ്പർ 2 വോട്ട് ചെയ്തവർക്ക് അയാളുടെ വോട്ട് അലോക്കേറ്റ് ആകും. അങ്ങനെ. ഇത് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഇതിനകത്ത് ഈ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മോസ്റ്റ് പ്രിഫേർഡ് ആളെ എലക്റ്റഡ് ആകത്തുള്ളൂ. അതായത് ലീസ്റ്റ് പ്രിഫേർഡ് 50% കാരണം നമ്മൾ 1 വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കുറേ പേരോട് വോട്ട് ചെയ്താലും നമ്മൾ ജയിക്കത്തുള്ളൂ നമ്പർ 3. അപ്പം നമ്മൾ 50% മജോറിറ്റി ആൾക്കാരുടെ മോസ്റ്റ് പ്രിഫേർഡ് ആൾ നമ്മളായിരിക്കും. അത് ശരി. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇന്ത്യയിലെ സിസ്റ്റം കൊണ്ടുവരുവാണെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരുപാട് ഈ കാസ്റ്റ് ബേസ്ഡ് ബാർഗനിങ് ഒക്കെ അവിടെ തീരും. എന്നാ പറഞ്ഞേ, പക്ഷെ അത് ഇന്ത്യയിൽ ഇത് കൊണ്ടുവരാൻ പ്രാക്ടിക്കൽ അല്ല. കാരണം എഡ്യൂക്കേഷനും ഓസ്ട്രേലിയയിൽ വർഷങ്ങളായിട്ടുണ്ടായിട്ടും ഈ വോട്ടുള്ളതുകൊണ്ട് ഒരു 4-6-7% അസാധു വോട്ടുണ്ട്. ഇത് കറക്റ്റ് നമ്പർ ഇടാത്തതുകൊണ്ടോ നമ്പർ മിസ്സാകുന്നതുകൊണ്ടോ. അപ്പോൾ ഇന്ത്യ പോലൊരു കൺട്രിയിൽ ഇത് കൊണ്ടുവരുവാണെങ്കിൽ അസാധു വോട്ട് ഒരുപാട് കൂടും. എളുപ്പമല്ല. അവിടെ എങ്ങനെയാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ? നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ പോലെ ഒരു സംവിധാനം ഉണ്ട്. ഇലക്ഷൻ അവിടെ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. സ്റ്റേറ്റ് ഇലക്ഷനും കൗൺസിൽ ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അത് നമ്മളെ പോലെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഒരു വ്യത്യാസമില്ല. എല്ലാം ഇൻഡിപെൻഡന്റ്ലി അപ്പോയിന്റഡ് ബോഡി. അവരാണ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ തീരുമാനിക്കുന്നതും സൈസ് തീരുമാനിക്കുന്നതും. ഒരു പൊളിറ്റിക്കൽ ഇതുമില്ല, ബൗണ്ടറി തീരുമാനിക്കുക. കാരണം എല്ലാം 4 വർഷം കൂടുമ്പോഴും അവിടെ കൗൺസിലും സ്റ്റേറ്റ് ഗവൺമെന്റ് 4 വർഷവും ഫെഡറൽ ഗവൺമെന്റ് 3 വർഷവുമാണ്. റീഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന എല്ലാം ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു അധികാരവും സംവിധാനവും ഒക്കെ ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമുണ്ടോ? ഇല്ല, ഓസ്ട്രേലിയ ഇല്ല. എല്ലാം ബാലറ്റാണ്. ഓസ്ട്രേലിയ വരില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചയായിട്ടിരിക്കുന്ന ഒരു സമയമാണത്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പം കഴിഞ്ഞ ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കിയായിട്ട് ഇത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. എന്താണ് വ്യക്തിപരമായ അഭിപ്രായം? വോട്ടിംഗ് യന്ത്രം വേണോ അതോ ബാലറ്റ് പേപ്പറാണോ നല്ലത്? ബാലറ്റ് പേപ്പർ ആണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത വ്യക്തി നമുക്കൊരു ഫിസിക്കൽ എവിഡൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള എനിക്കിതില്ലെങ്കിലും ഏതൊരു ഇലക്ട്രോണിക് സാധനവും ഇൻ തിയറി ഹാക്ക് ചെയ്യാം. ചിലപ്പം പ്രയാസമായിരിക്കാം, ചിലപ്പോൾ എളുപ്പമായിരിക്കാം. ഇൻ തിയറി ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാക്ക് എനി ഇലക്ട്രോണിക് തിങ്. അപ്പം ആൾക്കാർക്ക് 100% നമ്മുടെ പ്രക്രിയയിൽ ഇത് വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ മാനുവൽ വോട്ടിംഗ് തന്നെ. നമ്മൾ ബുഷിന്റെ ഫസ്റ്റ് ഇലക്ഷൻ, ജോർജ് W. ബുഷിന്റെ ഫസ്റ്റ് ഇലക്ഷൻ നോക്കി, ആ ഫ്ലോറിഡയിലെ ഫിയാസ്കോ നോക്കുവാണെങ്കിൽ ഫ്ലോറിഡ ഒരു ഇലക്ട്രോണിക് EVM മെഷീൻ വോട്ടിംഗ് ഉള്ള സ്ഥലമാണ്. അവിടെ ആയിരുന്നു പ്രശ്നം നടന്നത്. റീകൗണ്ടും ആൽഗോറുമായിട്ടുള്ള ഇലക്ഷൻ ഏരിയ പറയുന്നത്. പേപ്പർ ബാലറ്റ് ഉണ്ടായിരുന്നിടത്തൊന്നും പ്രശ്നമില്ലായിരുന്നു. വോട്ടിംഗ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഈ ഡ്രാമാസ് 3 ആഴ്ച 4 ആഴ്ച എടുത്ത് ഡ്രാമ കംപ്ലീറ്റ് ആകാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മിക്ക വെസ്റ്റേൺ ഡെമോക്രസീസിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യാത്തത്? കാരണം ആൾക്കാർക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയും കൂടുതൽ
ലിറ്ററസി കുറവുള്ള സ്ഥലത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ബാലറ്റ് പേപ്പറാണ് ഏറ്റവും നല്ലത്. ആൾക്കാർക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ സാധനത്തിൽ. അതിനുള്ളൊരു മുറവിളി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതെ, അത് ഏത് ലെവലിലേക്ക് വരുമെന്ന് അറിയില്ല. മൊത്തത്തിൽ അവിടെ ഇന്ത്യക്കാരുടെ എണ്ണം എങ്ങനെയാണ്? മൊത്തത്തിൽ ഓസ്ട്രേലിയയിലും പ്രത്യേകിച്ച് മെൽബണിലും ഒക്കെ ഇന്ത്യക്കാരുടെ എണ്ണം നന്നായിട്ട് കൂടി വരുന്നുണ്ട്. കാരണം ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് പണ്ട് ഈ വൈറ്റ് ഓൺലി ഓസ്ട്രേലിയ പോളിസി ആയിരുന്നു. ഓസ്ട്രേലിയ വെള്ളക്കാർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളായിരുന്നു, അവർ വെള്ളക്കാരെ മാത്രമേ എടുക്കത്തുള്ളായിരുന്നു. അതെ, ഒരു ലേറ്റ് 60s അവർ അത് വൈറ്റ് ഓസ്ട്രേലിയ പോളിസി ഒഫീഷ്യലി എടുത്തു കളഞ്ഞ് മറ്റുള്ള മൈഗ്രൻസിന് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മൈഗ്രേഷൻ സിസ്റ്റം വളരെ ഓപ്പണും വളരെ ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് സിസ്റ്റമാണ്. അപ്പം സ്കിൽഡ് ബേസ്ഡ് മൈഗ്രേഷൻ സിസ്റ്റമാണ്. നമുക്ക് ആർക്കും വേണമെങ്കിലും ഗവൺമെൻറ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ സ്കിൽ ലിസ്റ്റിൽ നമ്മളുണ്ടെങ്കിൽ, നമുക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആർക്കും അപ്ലൈ ചെയ്യാം, ആർക്കും ഇത് ചെയ്യാം. നമ്മളെ ബേസിക് ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷൻ, ഇംഗ്ലീഷ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പം ഇന്ത്യൻസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇന്ന് വരുന്ന ഇപ്പം ഓസ്ട്രേലിയക്ക് വരുന്ന കൂടുതൽ സ്കിൽഡ് മൈഗ്രൻസിൽ മജോറിറ്റി ആൾക്കാർ ഇന്ത്യൻസ് ആണ്. അതിൻ്റെ റീസൺ ഇതാണ്. നമുക്ക് IELTS പാസ്സാകാൻ നമുക്ക് എളുപ്പമുണ്ട് ചൈനക്കാരെ വെച്ച് നോക്കുകയാണ്. കാരണം അവർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്പർ 2 ചൈനീസ് ആണ് വരുന്നത് വരുന്നല്ലേ. ഇന്ത്യക്കാർ കഴിഞ്ഞാൽ പിന്നെ ചൈനീസ്. അത് ശരി. ഇനി എന്തൊക്കെ മേഖലകളിലാണ് അവിടെ ഇപ്പോഴും തൊഴിൽ സാധ്യത എങ്ങനെ ഇന്ത്യക്കാർക്ക്? ഇന്ത്യക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യക്കാർ വരുന്നത് കൂടുതൽ ആൾക്കാർ സ്കിൽഡ് ആൾക്കാരെ വരുന്നത്. അപ്പം ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. മൈഗ്രേഷൻ നമ്പേഴ്സ് ഗവൺമെൻറ് നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ്. കാരണം ഗവൺമെൻറ് ആണല്ലോ ഇത് വിസ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഏത് സമയത്ത് ഓപ്പൺ ആണെങ്കിൽ എത്ര വിസ ഇഷ്യൂ ചെയ്യണമെന്ന് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ ലേബർ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഞാൻ ഓസ്ട്രേലിയ ചെന്ന് 12 വർഷത്തിനുള്ളിൽ ഞാൻ 3 ലക്ഷം ഗവൺമെൻറ് 330,000 3,30,000 സ്കിൽ മൈഗ്രൻ്റ് വിസ ഇഷ്യൂ ചെയ്ത് വർഷം കണ്ടിട്ടുണ്ട്. 120 ഇഷ്യൂ ചെയ്ത് വർഷം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരത് ലേബർ സപ്ലൈ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഡിമാൻഡ് അനുസരിച്ച്. പിന്നെ ഓസ്ട്രേലിയ പൊതുവെ ഈ കഴിഞ്ഞ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നപ്പോഴാണെങ്കിലും ഓസ്ട്രേലിയ അതിൽ നിന്ന് ഓൾമോസ്റ്റ് ഇമ്മ്യൂൺ ആയിരുന്നു. അതിന് കാരണം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വളരെ സ്ട്രോങ് എക്കോണമിക് പോളിസീസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ലേബർ മാർക്കറ്റ് ആണെങ്കിലും ആൾക്കാർക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് എംപ്ലോയേഴ്സ് വളരെ കെയർഫുൾ ആയിരിക്കും ഹയർ ചെയ്യുമ്പം. അപ്പം ഹയർ ചെയ്യും. കാരണം ഈ ഹയർ ആൻഡ് ഫയർ അമേരിക്ക പോലെ ഇല്ലാത്തതുകൊണ്ട് കമ്പനീസ് റിസോഴ്സ് നന്നായിട്ട് പ്ലാൻ ചെയ്തെടുത്തിട്ട് ആ റിസോഴ്സ് കൊണ്ട് സക്സസ്ഫുള്ളി ഓടുന്ന കമ്പനികളാണ് ഓസ്ട്രേലിയയിലുള്ളത്. എന്തായാലും സ്കിൽഡ് വർക്കേഴ്സിനാണ് അവിടെ സാധ്യത കൂടുതൽ. സ്കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്ത് ലെവലിലുള്ള സ്കില്ലും ആകാം. അതായത് ഡോക്ടർ, എഞ്ചിനീയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഫോർ എക്സാമ്പിൾ വെൽഡിങ് ഭയങ്കര ഡിമാൻഡുണ്ട്. അതിപ്പം അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ITI പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഇപ്പം ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, ഇതൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. സ്കിൽഡ് യു ഗോട്ട് ടു ഹാവ് സം കൈൻഡ് ഓഫ് എ സ്കിൽ. ഇപ്പോൾ ഒരു MBA കാരൻ പോയി കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടത്തില്ല. കാരണം ഹി ഡസൻറ്റ് ഹാവ് എ സ്കിൽ. ഈസ് എ ജേർണലിസ്റ്റ്. ഒരു സ്പെസിഫിക് സ്കില്ലുള്ള ആൾക്ക് പറ്റും. ജോലിയിലൊരു പ്രാവീണ്യം ഉണ്ടാവണം, ഒരു തൊഴിൽ പഠിച്ചിരിക്കണം. ശരിക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനാണ് എന്ന് പറയാം പച്ച മലയാളത്തിൽ, അല്ലേ? അങ്ങനെയുള്ളവർക്കാണ് അവിടെ ഉള്ളത്. സാലറി വൈസ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ UAE ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സാലറി പാക്കേജ് ആണോ സാധാരണ കിട്ടുന്നത്? വെസ്റ്റേൺ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് ഓസ്ട്രേലിയയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിനിമം വേജസ്, ബേസിക് മിനിമം വേജ് $15 പെർ അവർ. അപ്പം എന്നാ പറഞ്ഞ വെൽ പെയ്ഡ് കൺട്രി. പക്ഷേ ഓസ്ട്രേലിയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഓസ്ട്രേലിയ ഒരു വലിയ രാജ്യമാണ്. അതായത് ജിയോഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ ലോകത്തിലെ 3ാമത്തെ 4ാമത്തെ വലിയ രാജ്യമാണ്. ജനസംഖ്യ കേരളത്തിന് അത്രയും പോലും ഇല്ല. അപ്പോൾ ഇത് പടർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കമ്പനികൾക്കാണെങ്കിലും ഇപ്പം മെൽബണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം പരത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യ വരുവാണെങ്കിൽ നമുക്ക് 10-12 മണിക്കൂറാണ് ഫ്ലൈ ചെയ്യേണ്ടത്. ആ 10 മണിക്കൂറിൽ 5.5 മണിക്കൂർ ഓസ്ട്രേലിയയുടെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇത്ര ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യാനും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. പക്ഷേ നമുക്ക് കൂടുതൽ സാലറി ഉണ്ട്, പക്ഷേ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. പിന്നെ ഇറ്റ്സ് എ വെൽഫെയർ കൺട്രി. അതായത് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. മെഡിക്കൽ പ്രാക്ടിക്കലി ഫ്രീ ആണ്. എഡ്യൂക്കേഷൻ പ്രാക്ടിക്കലി ഫ്രീ ആണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നമ്മൾ മെഡിസിൻ ചെയ്യുവാണെങ്കിലും നമ്മൾ ടീച്ചർ ആൻഡ് B.Ed പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുവാണെങ്കിലും ഫീസ് കൊടുക്കണ്ട. ഫീസ് സർക്കാർ കൊടുത്തോളും. പിന്നെ നമുക്ക് ടാക്സിൽ നിന്ന് കട്ട് ചെയ്തോളും. ടാക്സ് കിട്ടില്ലേ? അതെ, ഹെക്സ് എന്ന് പറയും. അത് എല്ലാവർക്കും അവിടെ സിറ്റിസൺഷിപ്പ് ഉള്ള എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് വേണമെന്നില്ല, പെർമനന്റ് റെസിഡന്റ് ആയാലും മതി. അത് ശരി. എന്നാൽ പെർമനന്റ് റെസിഡൻസിയും സിറ്റിസൺഷിപ്പ് അതെങ്ങനെയാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്? ഓക്കെ, ഇപ്പം ഞാൻ ഓസ്ട്രേലിയക്ക് പോയത് പെർമനന്റ് റെസിഡൻസ് എടുത്താണ്. അത് ഞാനത് അന്ന് പെർമനന്റ് റെസിഡന്റ് വിസ അപ്ലൈ ചെയ്തിട്ട് സ്കിൽഡ് വിസ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആ വിസയ്ക്കാണ് പെർമനന്റ് റെസിഡൻസ്. അപ്പോൾ പെർമനന്റ് റെസിഡൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ആയുഷ്കാലം ഓസ്ട്രേലിയയിൽ താമസിക്കാനുള്ള വിസയാണ്. ആ വിസ എക്സ്പയർ ആകത്തില്ല. സിറ്റിസൺ ആകുകയാണെങ്കിൽ നമുക്ക് അവിടെ വോട്ടിംഗ് റൈറ്റ്സും കിട്ടും. പിന്നെ മറ്റുള്ള പല റൈറ്റ്സും ഉണ്ട്. സിറ്റിസൺ അതാണ്. അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ് കൊണ്ട് ഓൾമോസ്റ്റ് സിറ്റിസന്റെ
ഇതുണ്ട്, വോട്ടിംഗ് ഇല്ലെന്നുള്ള. വോട്ടിംഗ് ഇല്ല എന്നൊരു കുഴപ്പമേ ഉള്ളൂ. ജീവനാണ് നമുക്ക് അവിടെ തന്നെ ജീവിക്കാം. എല്ലാ പ്രിവിലേജസ് ഉണ്ട്, സെയിം പ്രിവിലേജസ്. ഒരു പ്രൊഡക്ഷൻ, ഒരു ഉൽപ്പാദനം എങ്ങനെയാണ് അവിടെ? മറ്റ് ഫാക്ടറികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഡക്ട്സിന്റെ ഉൽപ്പാദനം വളരെ കൂടുതലാണോ, അതോ കൂടുതലും നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുത്തുകയാണോ ചെയ്യുന്നത്? ഓസ്ട്രേലിയയുടെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ് ആണ്. അവിടുത്തെ മെയിൻ റവന്യൂ സോഴ്സ് മൈനിങ് ആണ്. ഓസ്ട്രേലിയ ഇസ് ബിൽഡ് ഓൺ മൈൻസ്. ഈ ഓസ്ട്രേലിയ ഫൗണ്ടേഷൻ ഗോൾഡിലാണ്. ബേസിക്കലി വൈറ്റ്സ് ഓസ്ട്രേലിയൻസ് അവിടെ ഈ കൺവിക്ട് കോളനി ആയിട്ടാണല്ലോ ഓസ്ട്രേലിയ തുടങ്ങിയത്, പീനൽ കോളനി ആയിട്ടാണല്ലോ. അപ്പോൾ പീനൽ കോളനി ആയിട്ട് വന്നിട്ട് അവർ ആദ്യം അവിടെ ഫാമിംഗ് ഒക്കെ ചെയ്യാൻ നോക്കി. അത് ഒരു ഫെയിലിയർ ആയിരുന്നു പല കാരണങ്ങൾ കൊണ്ടും. പിന്നെ അത് പയ്യെ സക്സസ്ഫുള്ളായി വന്ന സമയത്തേക്ക് തന്നെ അവർ ഗോൾഡ് കണ്ടുപിടിച്ചവരുടെ ഓസ്ട്രേലിയയുടെ വിധം മാറി. ഓസ്ട്രേലിയയുടെ എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ ഗോൾഡ് കണ്ടുപിടിക്കുകയും ഒരു മാസീവ് ഗോൾഡ് റഷ് ഉണ്ടാകുകയും ദ ഹോൾ വെൽത്ത് ഓഫ് ഓസ്ട്രേലിയ ഇസ് ബിൽഡ് ഓൺ ഗോൾഡ്. പിന്നെ ഗോൾഡ് കഴിഞ്ഞ് പിന്നെ ഓസ്ട്രേലിയയിൽ എവിടെ കുഴിച്ചാലും എന്തെങ്കിലും കിട്ടും. കോപ്പർ, യുറേനിയം, കോള്, ഡയമണ്ട്സ്. ഓസ്ട്രേലിയ ഇസ് ഫുൾ ഓഫ് മിനറൽസ്. അപ്പം ഓസ്ട്രേലിയയുടെ മെയിൻ ബോക്സൈറ്റ്, അലുമിന എന്ന് ഓസ്ട്രേലിയയുടെ ഒരു മെയിൻ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ മിനറൽ റിസോഴ്സസ് ആണ്. പിന്നെ പെട്രോളിയം ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോ വെരി 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 മിനറൽ റിച്ച് കൺട്രി. പിന്നെ അഗ്രികൾച്ചർ എക്സ്പോർട്ട്, മാസീവ് അഗ്രികൾച്ചർ എക്സ്പോർട്ട്. ഓസ്ട്രേലിയയിലെ കാറ്റിൽ ആൻഡ് ബീഫ് ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഭയങ്കര വലിയ ഫാംസ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നല്ലോ. ഇപ്പം ഒരു വീറ്റ് ഫാം ഒക്കെ ആണെങ്കിൽ 40,000 ഹെക്ടർ ഒക്കെ ആയിരിക്കും ഒരു ഫാം. അതുപോലെ കാറ്റിൽ റൺ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ 1000 ഹെഡ്സ് കാറ്റലിനെ ഒക്കെ 10,000 ഹെഡ് കാറ്റലിനെ റൺ ചെയ്യുന്നവരുണ്ട്. അത് വളരെ കോമൺ ആണ്. നമ്മൾ മാർജിനൽ ഫാമിംഗ് അവിടെ ഇല്ല, ലാർജ് സ്കെയിൽ ഫാമിംഗ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ 5,000-6,000 ഹെക്ടർ കൃഷി ചെയ്യുന്ന ഒരാളായിരിക്കും, എല്ലാം മെഷീനറി വെച്ചുണ്ട്. ഈ ഭൂമി ഒരാളിന്റെ വകയാണ്? ഭൂവുടമകളുണ്ടോ? ഭൂവുടമകളുണ്ട്, അതായത് ഉണ്ട്. ഓസ്ട്രേലിയയിൽ പല ലാൻഡ് ഓണേഴ്സ് ഉണ്ട്. യൂറോപ്പിനെക്കാട്ടിലും വലിയ രാജ്യങ്ങളുടെ സൈസിൽ വലിപ്പമുള്ള ലാൻഡ് ഓണർ, അതായത് ബെൽജിയത്തിന്റെ ഫ്രാൻസിന്റെ ഒക്കെ സൈസുള്ള ലാൻഡ് ഓസ്ട്രേലിയയിൽ ഓൺ ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ഉള്ളവരുണ്ട്. അത് ശരി. പ്രത്യേകിച്ച് അവരൊക്കെ ഇതായിരിക്കും, ഗ്രേസിയസ് ആയിരിക്കും കാറ്റൽ. കാരണം ഇങ്ങനെ ഈ നോർത്തേൺ ടെറിട്ടറിയിലൊക്കെ സ്ഥലം ചുമ്മാ ഇങ്ങനെ കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് ഹെക്ടർ പല യൂറോപ്യൻ രാജ്യങ്ങളെക്കാട്ടിലും വലിപ്പമുള്ള കാറ്റൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ശരി. അവിടെ വസ്തു വാങ്ങാറുണ്ടോ? ഇന്ത്യക്കാർ സ്വന്തമായിട്ട് വസ്തു വാങ്ങുന്നില്ലേ? ഉണ്ട്. എല്ലാ മൈഗ്രൻസും സ്വന്തമായിട്ട് വീട് മേടിക്കും, സ്വന്തം വീട് വാങ്ങിക്കും. അതിനെങ്ങനെയാണ് വസ്തുവിന്റെ വിലയൊക്കെ കമ്പാരിറ്റീവ്ലി? ഇവിടുത്തെ ഞാനൊരു താരതമ്യമാണ് നോക്കുന്നത്, എമൗണ്ട് അല്ല, പ്രൊപ്പോർഷനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറവാണോ? ഈ റിലേറ്റീവ്ലി ഓസ്ട്രേലിയൻ റിയൽ എസ്റ്റേറ്റ് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതൊരു റിലേറ്റീവ് ഇതാണ്. കാരണം ഇത്രയും സ്ഥലമുള്ള രാജ്യത്ത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എൻ്റെ ഫാക്ടർ എനിക്കറിയത്തില്ല. അതിന് ഒരു കാര്യം ഗവൺമെൻറ് സപ്ലൈ കൺട്രോൾ ചെയ്യുന്നുണ്ടാണ്. നമുക്ക് എവിടെയും പോയി വീട് വെക്കാൻ പറ്റത്തില്ല ഓസ്ട്രേലിയയിൽ. ഇപ്പം ലോക്കൽ ഗവൺമെൻറ്, ഇപ്പം ഞാനിപ്പോൾ ഒരു കൗൺസിലാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ കൗൺസിലിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് നമ്മുടെ ഈ ഏർബൻ പ്ലാനിങ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യണം എവിടെ നമുക്ക് വീട് വെക്കാൻ പറ്റും. പിന്നെ ലോക്കൽ കൗൺസിൽ ഡിസൈഡ് ചെയ്യണം നിങ്ങൾ എങ്ങനെ വീട് വെക്കുമെന്ന്. അത് ശരി. അപ്പം ആ പ്ലാനിങ് ഇല്ല. നമുക്ക് 100 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് നമുക്ക് അവിടെ പോയി 100 വീട് വെക്കാനും പറ്റത്തില്ല, ചിലപ്പോൾ ഒരു വീട് വെക്കാനും പറ്റത്തില്ല. അത് ചിലപ്പോൾ അവിടെ വീട് വെക്കാൻ സമ്മതിക്കത്തില്ല. ചിലപ്പം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു അനുമതി നൽകാതിരിക്കുന്നത്? കാരണം പല കാര്യങ്ങൾക്ക് ഉണ്ടാകാം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകാം. കാരണം അവിടെ വെൽഫെയർ ഗവൺമെന്റ്സ് ആയതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ അത് ഗവൺമെന്റിന് കോൺഫിഡൻസ് ഉണ്ടാകണം നിങ്ങൾ വെക്കുന്ന സ്ഥലത്ത് അത് നടക്കുമെന്ന്. ഇപ്പം ബുഷ് ഫയർ ഉണ്ടാകുവാണെങ്കിൽ, കാരണം കാട്ടുതീയൊക്കെ വളരെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പല ഫാക്ടറീസ് അവർ നോക്കും. അതെ, പല ഫാക്ടറീസ് നോക്കിയിട്ടാണ് ഇതിന് അനുമതി കൊടുക്കുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ജോബ്സ് അടുത്തുണ്ടോ, സ്കൂൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, പ്രൈമറി സ്കൂൾസ്. ജനറലി സ്പീക്കിംഗ് വാക്കിംഗ് ഡിസ്റ്റൻസിലെല്ലാം പ്രൈമറി സ്കൂൾ വേണമെന്ന് ഗവൺമെന്റ് നിർബന്ധമുണ്ട്. പിന്നെ ചില കൺട്രി ടൗൺസിൽ അത് പ്രാക്ടിക്കൽ അല്ല. അങ്ങനെയുള്ളടത്താണെങ്കിലും ഇത്ര കിലോമീറ്ററിനുള്ളിൽ പിള്ളേർക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണല്ലോ അവരുടെ ഐഡിയൽ. ഇത് എല്ലാ കുട്ടിക്കും നടന്ന് പ്രൈമറി സ്കൂളിൽ പോകാൻ പറ്റണം. അപ്പോൾ പല കാര്യങ്ങളിലും അവരുടെ ഒരു വെൽഫെയർ എന്ന് പറഞ്ഞൊരു സംഗതി അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, അതല്ലേ ശരി? അതെ, തീർച്ചയായിട്ടും. ഇനി വിദ്യാഭ്യാസം എങ്ങനെയാണ്? സ്കൂൾ വിദ്യാഭ്യാസം ചെറിയ ക്ലാസ്സുകൾക്ക് വേറെ സ്കൂൾ അങ്ങനെയാണോ, അതോ എല്ലാം കൂടെ ഒരുമിച്ച്? P-12 സ്കൂളുകളുണ്ട്. അതായത് പ്രെപ്പ് മുതൽ കിൻഡർ ഗാർഡൻ മുതൽ 12 വരെയുള്ള സ്കൂളുകൾ. പക്ഷേ ജനറലി സ്പീക്കിംഗ് കിൻഡർ ഗാർഡൻസ് സ്റ്റാൻഡ് അലോൺ ആണ്. പിന്നെ പ്രെപ്പ് തുടങ്ങി അവിടെ ഈ കിൻഡർ ഗാർഡൻ ഉണ്ട്, 4 ഇയർ കിൻഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ LKG UKG എന്ന് പറയുന്നത് 3 ഇയർ കിൻഡർ 4 ഇയർ കിൻഡർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പ്രൈമറി സ്കൂളിലാണ്. പിന്നെ അത് പ്രിപ്പറേറ്ററി പ്രെപ്പ് എന്നാണ് ഷോർട്ടിൽ പറയുന്നത്. പ്രെപ്പ് തുടങ്ങി 6ാം ക്ലാസ് വരെ, പിന്നെ ഹൈസ്കൂൾ 7ാം ക്ലാസ് തുടങ്ങി 11ാം ക്ലാസ് വരെ. സോ ജനറലി സ്പീക്കിംഗ് 3 ഇതായിട്ടാണ്. പക്ഷേ കോമൺ ആയിട്ട് എല്ലാം ഒരുമിച്ചുള്ളവരും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഹയർ സ്റ്റഡീസിന് ഡിഗ്രി ലെവൽ കോഴ്സുകൾക്ക് കോളേജുകൾ, യൂണിവേഴ്സിറ്റി ഉണ്ട്, സർവകലാശാലകൾ. അതെ. PGക്ക് മറ്റ് പ്രൊഫഷണൽ കോളേജുകളുടെ എണ്ണത്തിലും അവിടെ അഡ്മിഷൻ കിട്ടാനും ഒക്കെ ഉള്ളൊരു രീതി എങ്ങനെയാണ്? ഓക്കെ, അവിടെ എഗെയിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗവൺമെന്റ് ആണ് നമ്മുടെ പഠിത്തത്തിന് ഫീസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ആണ് സീറ്റുകളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം
മെറിറ്റ് ബേസ്ഡ് അഡ്മിഷനാണ് നടക്കത്തുള്ളൂ. കാരണം ഇപ്പം കോഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് 12ാം ക്ലാസ്സിലെ പെർഫോമൻസ് അനുസരിച്ച് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മെഡിസിൻ വേണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ 99.99 കിട്ടാത്തവർക്ക് മെഡിസിന് പോകാൻ പറ്റില്ല. അത് കിട്ടിയ എല്ലാവർക്കും തന്നെ പോകണമെന്നില്ല, കാരണം അത്ര സീറ്റും കാണത്തില്ല. അപ്പം ഇത് ലോയ്ക്കാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും അങ്ങനെ ഹൈ ഡിമാൻഡ്. പിന്നെ എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ ആണെങ്കിൽ 95+ വേണം. ഡിപ്പെൻസ്, നമുക്ക് ആ കോഴ്സിന് ഡിമാൻഡ് അനുസരിച്ച് 12ാം ക്ലാസ്സിലെ പെർഫോമൻസ് അനുസരിച്ചാണ് ബേസിക്കലി യൂണിവേഴ്സിറ്റി. എല്ലാത്തിലും ആ ഒരു ഇത് കാത്ത് സൂക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഒരു പെർഫെക്ഷനും ഒരു ക്വാളിറ്റിയും ഒരു സിസ്റ്റവും കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻസ് ഭയങ്കര സിസ്റ്റം ഡ്രിവൺ ആണ്. അത് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും. ഇത് അത് എന്തുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇപ്പം ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കേരളത്തിലെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി. എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അലവ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു സയന്റിഫിക് തോട്ട് പ്രോസസ്സും ഇല്ലാതെ കുറെ നമ്പേഴ്സ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് എന്ത് പറ്റി ഇന്ന് എഞ്ചിനീയേഴ്സിന് ജോലി കിട്ടത്തില്ല. അതെ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പോയി ക്വാളിറ്റി. കാരണം ആർക്കും പോയി എഞ്ചിനീയർ ആകാം. നമ്മുടെ 2 ലക്ഷം രൂപയായിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും പോയി എഞ്ചിനീയർ ആകാം. അതൊന്ന് പിന്നെ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഓസ്ട്രേലിയയിൽ ഈ ഡിമാൻഡ് ബേസ്ഡ് ആയതുകൊണ്ടും ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നുണ്ടും ആവശ്യമുള്ള നമ്പേഴ്സ് ഓഫ് എഞ്ചിനീയേഴ്സിന് ഇറങ്ങത്തുള്ളൂ. അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് സ്കിൽ ഷോർട്ടേജ് വരും. അപ്പോൾ സ്കിൽ ഷോർട്ടേജ് നികത്താനാണ് ഗവൺമെന്റ് മൈഗ്രൻസിനെ അലവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റുന്നത്. ഇപ്പോ പിന്നെ ബിസിനസ്സിലാണല്ലോ. എന്താണ് ആക്ടിവിറ്റി? ഞാനവിടെ പ്രിന്റിംഗ് ആണ്. പ്രിന്റിംഗ് ആണ്. അതെ. പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ആണോ? പ്രിന്റിംഗ് ആണ്. പ്രിന്റിംഗിന് നല്ല സ്കോപ്പാണ് ഇവിടെ അല്ലേ? അതെ. അത് ശരി. എനിക്കൊരു പാർട്ണറാണ്. എൻ്റെ പാർട്ണർ ആക്ച്വലി ഇവിടെ അബുദാബി ബേസ്ഡ് ആണ്. അബ്ദുള്ളക്കായ എന്ന് പറഞ്ഞ്. അബ്ദുള്ളക്കായ, സോറി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള സംയുക്ത സംരംഭമാണ്. അതെ. ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടോ? ബിസിനസ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. വെരി ഗുഡ്. അവിടുത്തെ ഒരു കാർഷിക മേഖല എങ്ങനെ? വളരെ നല്ലത്. ഓസ്ട്രേലിയൻ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ഓസ്ട്രേലിയൻ അഗ്രികൾച്ചർ ആ സെക്ടർ വളരെ നല്ല അഡ്വാൻസ്ഡും വളരെ ക്വാളിറ്റി കൺട്രോൾ ഉള്ളതും ആയിട്ടുള്ളൊരു സെക്ടറാണ്. അതായത് ഞാൻ ട്രേസബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചങ്ങനാശ്ശേരി ഇവിടെ അബുദാബിയിൽ നമ്മളൊരു മാർക്കറ്റിൽ പോയിട്ട് ഏതൊരു കടയിൽ പോയി ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ഉള്ളി മേടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ആ ഉള്ളി എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഓസ്ട്രേലിയയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ പോയി ഒരു ഉള്ളി മേടിക്കുവാണെങ്കിൽ ആ ഉള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രേസബിലിറ്റി കൊണ്ട് ആ ഉള്ളി ഏത് ഫാമിൽ നിന്ന് വന്നെന്ന് അവർ ട്രേസ് ചെയ്യും. എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റം ഡ്രിവൺ ആണ് അവിടെ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞാൽ മാർജിനൽ ഫാമിംഗ് ഇല്ലാത്ത, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മാർജിനൽ ഫാമിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാം ലാർജ് സ്കെയിൽ ഫാംസ് ആണ്. അപ്പം എല്ലാം മെക്കനൈസ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ പോസിബിൾ ആണ്. ഇപ്പോൾ ഇന്ത്യ വേൾഡ് കൺട്രി ഇത് പോസിബിളും അല്ല. കാരണം മാർജിനൽ ഫാമിംഗ് ആണ്. 1 ഏക്കറും 1/2 ഏക്കറും 10 സെൻറ്റുള്ള ആൾക്കാരാണ് കൃഷി ചെയ്യുന്നതും അവർ മാർക്കറ്റിൽ. അപ്പം നമുക്ക് ഈ ട്രേസബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നടക്കാത്തൊരു കാര്യമാണ്. അതിനെപ്പറ്റി ആലോചിക്കുന്നത് പോലും ശരിയല്ല. വെറുതെ നമ്മൾ പാവപ്പെട്ട കർഷകരെ ബുദ്ധിമുട്ടിക്കാവുന്നേ ഉള്ളൂ. അതെ. പിന്നെ ഈ നമ്മളിവിടുത്തെ പോലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടോ? ധാരാളമായിട്ടുണ്ടോ? അതോ? ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒരുപാടുണ്ട് ആക്ച്വലി. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് വളരെ പോപ്പുലറായി വരുവാണ്. പ്രത്യേകിച്ച് വെള്ളക്കാരുടെ എല്ലാം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? അതെ. അപ്പോൾ അവിടെ ഇപ്പോഴും നല്ലൊരു സ്കോപ്പ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഗൾഫിലേക്കുള്ളൊരു ഒഴുക്ക് കുറഞ്ഞാൽ ഈ സ്കിൽഡ് വർക്കേഴ്സിന് ഓസ്ട്രേലിയ നമുക്കൊരു ആശാകേന്ദ്രമാക്കി മാറ്റാൻ പറ്റുമോ? ആബ്സല്യൂട്ട്ലി. ഐ മീൻ ഇതിനകത്തുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ നമ്മൾ ഗൾഫിൽ വന്നാലുള്ളൊരു ഡിഫറൻസ്, നമ്മളിവിടെ 40 വർഷം ഇപ്പോൾ എൻ്റെ പാർട്ണർ പറഞ്ഞു മിസ്റ്റർ അബ്ദുള്ളക്കായ, പുള്ളി 40 വർഷമായിട്ട് അബുദാബിയിലുണ്ട്. പക്ഷേ പുള്ളി നമ്മളെന്നാലും അബുദാബിക്കാരനല്ല. ഐ മീൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു. പക്ഷേ ഞാൻ ഓസ്ട്രേലിയയിൽ പോയി 2 വർഷത്തിനുള്ളിൽ ഞാൻ ഓസ്ട്രേലിയനായി. ഞാൻ ഓസ്ട്രേലിയനാണ് ബേസിക്കലി. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ല. അപ്പം എന്നാ എൻ്റെ ഐഡൻറ്റിറ്റി ഓസ്ട്രേലിയനാണ്, ഓസ്ട്രേലിയൻ ഇന്ത്യൻ എന്നുള്ളതാണ്. അപ്പം ആൾക്കാർ ഓസ്ട്രേലിയ വരുവാണെങ്കിൽ നമ്മൾ അവിടെ പോയി നമുക്കവിടെ നമ്മളൊരു ഫാമിലി അവിടെ ഉണ്ടാക്കി അവിടെ സെറ്റിൽ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. വളരെ ചുരുക്കം ആൾക്കാരെ നമ്മളവിടെ വന്നിട്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയാൻ പറ്റും. കാരണം അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ജീവിച്ചിട്ട് പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പ്രയാസമാണ്. അതെ. ഞാൻ എല്ലാ വർഷവും ഇന്ത്യയിൽ പോകും. ചില വർഷങ്ങൾ ഞാൻ കൂടുതൽ പ്രാവശ്യം ഇന്ത്യയിൽ പോകും. എൻ്റെ ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാം ഇന്ത്യയിലാണ്. എൻ്റെ ഭാര്യയുടെ ആണെങ്കിലും എൻ്റെ ഫാദറിനെയും എൻ്റെ പേരൻസ് മരിച്ചുപോയി. എൻ്റെ മദറിനെയും ഫാദറിനെയും പിന്നെ എല്ലാവരും നാട്ടിലെ വേണ്ടി ഞാൻ എല്ലാ വർഷവും പോകാറുണ്ട് ഞങ്ങൾ. പക്ഷേ ഞാൻ ഒരു കാലത്ത് ഇന്ത്യയിൽ തിരിച്ചു പോയി സെറ്റിൽ ചെയ്യത്തില്ല. ഇല്ല. അതങ്ങ് തീരുമാനിച്ചു അല്ലേ? അത് തീരുമാനിച്ചു. അങ്ങനെ പറ്റുള്ളൂ അല്ലേ? ഓസ്ട്രേലിയയുടെ ഒരു വിദേശത്തൊരു സിറ്റിസൺഷിപ്പ് കിട്ടുന്നവരും എല്ലാവരും ഈ ഒരു ചിന്താഗതിക്കാരായിരിക്കോ? 99.99% ആൾക്കാർ. അത് ശരി. വളരെ റയറായിട്ട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ള അവിടെ വന്നിട്ട് തിരിച്ചു പോകണമെന്ന് പറയുന്നത്. തിരിച്ചു പോകണമെന്ന് ചിലരൊക്കെ പ്രാക്ടിക്കൽ റീസൺ കൊണ്ടായിരിക്കും. അവർക്ക് പേരൻസിനെ നോക്കാൻ അറിയില്ലായിരിക്കും, അവർക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരിക്കും. പിന്നെ ചിലർക്ക് ജെനുവിൻലി ആ സ്ഥലം ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അത് റയറിറ്റിയാണ്. മജോറിറ്റി ആൾക്കാർ അവിടെ സിറ്റിസെറ്റിലായാണ് വരുന്നത്. അത് മാത്രമല്ല, നമ്മൾ
അവിടെ ഓസ്ട്രേലിയ നമ്മൾ പോയി അവിടെ ടാക്സ് കൊടുക്കുന്നു, നമ്മളവിടുത്തെ സൊസൈറ്റിയുടെ പാർട്ടാകും, നമ്മളവിടെ സെറ്റിൽ ആകുക എന്നുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതിനകത്ത് നമുക്ക് വേറെ ഒരു ഇത് തോന്നേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു ഇപ്പോൾ അല്ലേ? സിറ്റിസൺഷിപ്പ് വെച്ച്, പക്ഷേ എന്നാ പറഞ്ഞ ഇമോഷണലി വിച്ഛേദിച്ചിട്ടില്ല. ഇൻ മൈ മൈൻഡ് ഐ ആം സ്റ്റിൽ ആൻ ഇന്ത്യൻ. പക്ഷേ നാട്ടില് കറക്റ്റായിട്ട് എവിടെയുണ്ട്? കുട്ടനാട്ടിൽ മണലാടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കുട്ടനാട്ടുകാരനാണ്. അതെ അല്ലേ? അതെ. ഓക്കെ. ഇപ്പോൾ കുടുംബത്തോടെയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അങ്ങയുടെ കുട്ടികൾ? ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. 2 പെൺകുട്ടി, ഒരു ചെറുക്കനും. മൂത്ത മകൾക്ക് 17 വയസ്സ്, മോന് 16, ഇളയാക്ക് 13. വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ? കിൻഡർ ഗാർഡൻ ടീച്ചറാണ്. ആണല്ലേ? അവിടെയും ഈ വീട്ടമ്മമാർ ആയിട്ട് തന്നെ ഒതുങ്ങിക്കൂടാനാണോ ഇന്ത്യൻസ് ശ്രമിക്കുക, അതോ ജോലിക്ക് പോകാനാണോ ശ്രമിക്കുക? മിക്കവരും ജോലിക്ക് പോകാൻ ശ്രമിക്കുക. അത് ഒരു എക്കോണമിക് റിയാലിറ്റിയാണ്. അവിടെ ഡ്യുവൽ ഇൻകം നമുക്ക് ആവശ്യമാണ് അവിടെ. എൻ്റെ വൈഫ് ഓസ്ട്രേലിയയിലായിരുന്നപ്പോൾ ജോലി ചെയ്തിട്ടില്ല. ഞാൻ 2000 ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഞങ്ങൾ കല്യാണം കഴിച്ചോണ്ടേ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആയി. എൻ്റെ വൈഫ് ജോലി ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ ഓസ്ട്രേലിയ ഇവിടെ ആയിരുന്നു, കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എൻ്റെ ഇൻകം കൊണ്ട് ദാറ്റ് വാസ് മോർ ദാൻ ഇനഫ്. പക്ഷേ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി 2006 പോയി. അപ്പം 2 വർഷം ജോലി ചെയ്തില്ല, കാരണം അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇളയ കൊച്ചിന് ഞങ്ങൾ ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ 9 മാസമേ ഉള്ളൂ. പക്ഷെ അവള് പ്രെപ്പിൽ പോകാൻ തുടങ്ങിയപ്പം ആക്ച്വലി അവള് ഫോറിൻ കൺട്രി പോയപ്പോൾ എൻ്റെ വൈഫ് പോയി അവിടെ പോയി ബി.എഡ് എടുക്കുകയും അത് കഴിഞ്ഞ് അവൾ 1ാം ക്ലാസ്സിൽ പോയപ്പം ജോലി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. കാരണം അതിലൊരു ആവശ്യം ബി.എഡ് തന്നെയാണല്ലേ ടീച്ചർക്ക്? അതെ അതെ ആണല്ലേ? അതെ, ബി.എഡ് ആണ്. സെയിം തന്നെ. അതെ അതെ. അതുപോലെ ഇന്ത്യൻ ഡിഗ്രീസ് എല്ലാം ഓസ്ട്രേലിയ വാലിഡ് ആണ്, കാരണം കോമൺവെൽത്ത് കൺട്രി ആയതുകൊണ്ട്. അപ്പോൾ ഇന്ത്യൻസ് നമുക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ ആക്ച്വലി വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം ജർമ്മനിയിൽ നിന്ന് ഒരു ഡോക്ടർ ഓസ്ട്രേലിയക്ക് വരുവാണെങ്കിൽ ആ ഡോക്ടർക്ക് അവിടുത്തെ ലൈസൻസ് കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ഒരു ഇന്ത്യൻ ഡോക്ടർക്ക് ചുമ്മാ ഒരു ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് കിട്ടും, കാരണം നമുക്ക് സെയിം എഡ്യൂക്കേഷൻ സിസ്റ്റം ആയതുകൊണ്ട്. നമ്മുടെ എല്ലാ ഡിഗ്രിയും, ഇന്ത്യയിലെ എല്ലാ ഡിഗ്രിയും ഓസ്ട്രേലിയ വാലിഡ് ആണ്. ഈവൻ CA പോലും അവിടെ പോയി പേപ്പർ എടുത്താൽ മതി, ടാക്സ് മാത്രം എടുത്താൽ മതി. അത് ശരി. ഇനി അവിടുത്തെ ഇന്ത്യക്കാരുടെ മൊത്തത്തിൽ എന്റർടൈൻമെന്റ് എന്താണ്? മലയാള സിനിമ, ഇന്ത്യൻ സിനിമ വരുന്നുണ്ടോ? ഇന്ത്യൻ സിനിമ വരാറുണ്ട്. മിക്ക മലയാള സിനിമ അവിടെ ആരെല്ലോ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് തിയേറ്റർ ഹയർ ചെയ്ത് അവിടെ ഷോ നടത്താറുണ്ട്. പലപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ഷോ നടത്തി. ഈ അടുത്ത് മോഹൻലാൽ വന്നിരുന്നത് ഷോ നടത്തിയായിരുന്നു. മലയാളി കമ്മ്യൂണിറ്റി എങ്ങനെയാണ്? മലയാളി കമ്മ്യൂണിറ്റി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു റഫ് ബാക്ക് ഓഫ് ദി ഡെവലപ്പ് കാൽക്കുലേഷനിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 ലക്ഷം മലയാളികൾ ഓസ്ട്രേലിയയിലുണ്ട്. പക്ഷേ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അതെ അതെ. മെൽബണിൽ മാത്രമായി നോക്കിയാൽ ഒരു 50,000 മലയാളികൾ കാണും അല്ലേ? മെൽബൺ എന്ന് പറയുന്നത് എത്ര ഏരിയ ഉള്ളതാണ്? മെൽബൺ ഒരു വലിയ സിറ്റിയാണ്, പരന്നു കിടക്കുന്ന സിറ്റിയാണ്. മെൽബണിന് ഒരു 200 കിലോമീറ്റർ റേഡിയസ് കാണും. ഓ, അത് ശരി. അതിനകത്തൊരു 50,000 മലയാളികൾ. അതെ അതെ. അത്രയും കാണുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ മൊത്തം മെൽബണിന്റെ പോപ്പുലേഷൻ 4.5 മില്യനേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അത് ശരി. അപ്പോൾ തരിശായി കിടക്കുന്ന ഭൂമി ധാരാളമുണ്ട് രാജ്യത്ത്. ഓക്കെ. ഓസ്ട്രേലിയയുടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ ഉള്ളത് ഓസ്ട്രേലിയയുടെ കോസ്റ്റൽ ബെൽറ്റിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു മാല പോലെ ഇങ്ങനെ കോസ്റ്റൽ ബെൽറ്റിൽ മാത്രം, നടുക്കൊക്കെ വെറും മരുഭൂമിയാണ്. അതിനകത്ത് വളരെ ചെറിയ അബോറിജിനൽസിന്റെ സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ട്. ഈ നോർത്തേൺ ടെറിട്ടറിയിലോട്ട്, ഈ ആലിസ് സ്പ്രിംഗ് അവിടെയൊക്കെ പറയുന്നത്. പിന്നെ ഉള്ളത് ഈ മൈനിങ്ങിനുള്ള സ്ഥലവും, പിന്നെ ഇങ്ങനെ ഈ ഫാംസ് ഒക്കെ. ഞാൻ പറഞ്ഞാൽ ഫാംസ് അല്ല, ഈ നോർത്തേൺ ടെറിട്ടറിയിലൊക്കെ ഉള്ളത് കൂടുതൽ ഫാംസ് എന്ന് പറഞ്ഞാൽ അത് കാറ്റൽ ഫാംസ് ആണ്. അത് ചുമ്മാ തുറന്നു കിടക്കുന്ന സ്ഥലത്ത് പശുവിനെ, ബീഫ് കാറ്റലിനെ തുറന്നു വിടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഇപ്പം 50,000 ഹെക്ടറുള്ള കാറ്റൽ ഫാമിൽ ചിലപ്പോൾ ഒരു വർക്കറെ കാണത്തുള്ളൂ. അപ്പോൾ പുള്ളിയുടെ ഒരു ഹെലികോപ്റ്ററൊക്കെ കാണും, കുറെ പട്ടിയും കാണും. അതെല്ലായിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ ആൾക്കാരൊക്കെ തീരെ കുറവായിരിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് നടുക്കൊക്കെ. അപ്പോൾ തീരെ കുറവാണ്. ഓസ്ട്രേലിയയുടെ മുഴുവൻ ഓൾമോസ്റ്റ് 80% ആൾക്കാർ താമസിക്കുന്നത് ക്യാപിറ്റൽ സിറ്റീസിലാണ്. ഈ 6 ക്യാപിറ്റൽ സിറ്റീസിലാണ്. ബാക്കിയുള്ള 20% മറ്റ് ചെറിയ ടൗൺ സെന്റേഴ്സിലൊക്കെയാണ്. ഇങ്ങനെ ഇന്റീരിയേഴ്സിൽ നോട്ട് ഈവൻ 1% ഓഫ് ദ പോപ്പുലേഷൻ. ഇത്രയും സമയം നമ്മൾ ഓസ്ട്രേലിയയുടെ ഭൂമിശാസ്ത്രം, തൊഴിൽ, വിദ്യാഭ്യാസം ഇതൊക്കെ പറഞ്ഞു. നമ്മൾ വീണ്ടും അങ്ങയുടെ ഒരു പൊസിഷനിലേക്ക് എത്തപ്പെടാം. ഡെപ്യൂട്ടി മേയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ സ്ഥാനമാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു കൗൺസിൽ പ്രവർത്തിക്കുന്നത്? ഇത് കൗൺസിൽ തന്നെയാണോ പറയുക? അതെ, കൗൺസിൽ. അതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളിൽ അത് ഇടപെടുന്നുണ്ട്? നമ്മളിവിടുത്തെ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് അല്ലേ? അല്ലെ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോലെ തന്നെയാണ്. അതെ അതെ. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളിൽ അതിൽ ഇടപെടും? അത് നമുക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്? കൗൺസിലിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൗൺസിലിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ പ്ലാനിംഗ് ആണ് ബേസിക്കലി. പക്ഷേ ടൗൺ പ്ലാനിങ്ങിൽ മാത്രം ഒതുങ്ങുന്നതല്ല കൗൺസിൽ. ഞാൻ കുറച്ചുകൂടെ ആക്ച്വലി പുറകിലോട്ട് പോയി സംസാരിക്കാം. കൗൺസിലിൻ്റെ റവന്യൂ നമ്മുടെ കരത്തിൽ നിന്നാണ് കിട്ടുന്നത്. വീട്, ലാൻഡ്, ആൾക്കാർക്ക് നമുക്ക് വീടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിനൊരു കരമുണ്ട്. റേറ്റ്സ് ഇംഗ്ലീഷ് പറയും. അപ്പോൾ നമ്മൾ റേറ്റ് കൊടുക്കുന്നതാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. പിന്നെ കുറച്ച് നമുക്ക് സബ്സിഡീസ് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന്, ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടും. പക്ഷേ നമ്മുടെ മെയിൻ റവന്യൂ റേറ്റ് റവന്യൂ ആണ്, കര കിട്ടുന്ന പൈസയാണ്. ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മെയിൻ ജോലി
നമുക്കൊരു 100ഓളം സർവീസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അർബൻ പ്ലാനിങ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. പിന്നെ അർബൻ പ്ലാനിങ്ങിൻ്റെ പാർട്ടായിട്ട് നമ്മൾ റോഡ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, പാർക്സ്, ഗാർഡൻസ്, പിന്നെ ഈ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സെൻറ്റേഴ്സ്. അപ്പം പിന്നെ ഈ ചൈൽഡ് ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ള ഏജ് കെയർ വരെയുള്ള എല്ലാ സർവീസും നമ്മൾ അതിനിടയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇമ്മ്യൂണൈസേഷൻ, പിള്ളേരുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ, പിന്നെ മെറ്റേണൽ ഹെൽത്ത്, പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ നേഴ്സുമാർ അവരുടെ വീട്ടിൽ പോയി സന്ദർശിക്കുകയും ഈ ഡെലിവറി കഴിഞ്ഞ് അതൊക്കെ മോണിറ്റർ ചെയ്യും, പിള്ളേരുടെ വെൽഫെയർ നോക്കുകയും ഈ കുഞ്ഞുകുട്ടികളുടെ അപ്പോൾ അതൊരു വലിയ സർവീസ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കിൻഡർ ഗാർഡൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളാണ്. കിൻഡർ ഗാർഡൻ ഫണ്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും അത് റൺ ചെയ്യുന്ന അതിൻ്റെ നെറ്റ്വർക്ക് റൺ ചെയ്യുന്ന കൗൺസിലാണ്. പിന്നെ ഏജ് കെയർ സർവീസ്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ വീടുകളിൽ പ്രായമായ ആൾക്കാർ ആരും നോക്കാനില്ല. അപ്പോൾ അവർക്ക് അവരുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാനോ അങ്ങനെയുള്ള ഇത് സർവീസസ്. എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് 1100 സ്റ്റാഫുണ്ട്. അത് ശരി. $280 million ബജറ്റുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് സർവീസ്. പിന്നെ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഈഡൻ ഗാർഡനെ അല്ലെങ്കിൽ ബോംബെയിലെ ക്രിക്കറ്റ് ക്ലബിനെക്കാട്ടിലും നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു 12 സ്റ്റേഡിയം ഉണ്ട് എനിക്ക്, ഫ്ലഡ് ലൈറ്റ് വെച്ചിട്ട്. ഞാൻ കോൺഫിഡൻറ്റ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രിക്കറ്റ് സ്റ്റേഡിയത്തെക്കാട്ടിലും നല്ല സ്റ്റേഡിയം ഉണ്ട് എൻ്റെ മുനിസിപ്പാലിറ്റി 12. അത് ശരി. ആർക്കും വാക്കിംഗ് ഡിസ്റ്റൻസ്. അത് എന്തുകൊണ്ടാണ് ഈ ഓസ്ട്രേലിയ നല്ല ക്രിക്കറ്റേഴ്സും ഫുട്ബോളേഴ്സും ഒക്കെ ഉണ്ട് ചോദിക്കാൻ വന്നത് ഓസ്ട്രേലിയ. കാരണം എല്ലാവർക്കും നടക്കുന്ന ദൂരത്ത് എൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള ക്രിക്കറ്റിൽ ഗ്രൗണ്ടിൽ അവിടെ 2 ഓവലുണ്ട്, 12 നെറ്റ്സ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ബോളിംഗ് മെഷീൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ബോളിംഗ് മെഷീൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ കൗൺസിലാണ് ചെയ്തു കൊടുക്കുന്നത്. സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻ, പിന്നെ കമ്മ്യൂണിറ്റി ബിൽഡിങ്സ്. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പാർട്ടി നടത്തണം അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തണം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നടത്തണം. അപ്പോൾ അതിനുള്ള എല്ലാ സബബുകളിലും നമുക്ക് കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ നടത്തി ആൾക്കാർക്ക് ഹയർ ചെയ്യും, ആർക്ക് വേണമെങ്കിലും എടുക്കാം. വളരെ നോമിനൽ. ആരോഗ്യ ബോധവൽക്കരണത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് അവിടുത്തെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടോ? അതോ ഈ ആൾക്കാർ ഇതൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും. പിന്നെ നമുക്ക് ഗവൺമെൻറ് പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യാം, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഇസ് ഇൻഡിവിജ്വലാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഓസ്ട്രേലിയയിൽ സ്കിൻ ക്യാൻസറാണ്. ആണോ? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് പലർക്കും അറിയായിരിക്കും, ഈ ഓസോൺ ഡിപ്ലേഷൻ ഏറ്റവും കൂടുതലുള്ളത് പോളാസിലാണ്, സദേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ നമ്മളൊന്നുകൂടെ ഈ സദേൺ ഹെമിസ്ഫിയറിൽ ഇതിൻ്റെ ഇവിടെ ആയതുകൊണ്ട് ഈ ഓസോൺ ഡിപ്ലേഷൻ കാരണം UV റേറ്റ്സ് ഒരുപാട് ശക്തമായിട്ട് അടിക്കുകയും ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻസിന് ഈ ഔട്ട്ഡോർ കൾച്ചറുണ്ട്. അവർ ചൂടുണ്ട്, വെയിലുള്ള ദിവസം പുറത്ത് പോകും. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഇപ്പോഴും ബീച്ചിൽ പോകും, അവർ ബീച്ചിൽ പോയിട്ട്. അപ്പം ഇത് ഗവൺമെൻറ് ഒരു ലേറ്റ് 70s ഇത് മനസ്സിലാക്കിയത്. ഇത് early 80s എന്തുകൊണ്ടാണ് ഈ കോറിലേഷൻ, ഈ സ്കിൻ ക്യാൻസർ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഓസ്ട്രേലിയ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അത് തുടങ്ങിയിട്ട് ഗവൺമെൻറ് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് തല തൊപ്പി വെക്കുക, നീളമുള്ള ഉടുപ്പിടുക, പിന്നെ സൺസ്ക്രീൻ തേക്കുക എന്നുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമ്മൾ ബീച്ചിൽ പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ ഇടാതെ ഒരാളെ പോലും അവിടെ കാണത്തില്ല. അപ്പോൾ റയറായിട്ട് വലിയ നമ്മളെ പോലുള്ള ഇന്ത്യക്കാരിടയ്ക്ക് സൺസ്ക്രീൻ ഇടാതെ പോകുന്നത്. പക്ഷേ ഓസ്ട്രേലിയൻസ് എല്ലാം ഇടും. പക്ഷേ നമുക്ക് ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മുടെ സ്കിൻ ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ UV ഇത് പ്രതിരോധിക്കാനുള്ള ഇതുണ്ട്. പക്ഷേ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഇമ്മ്യൂണൊന്നും അല്ല. ഓക്കെ, എന്തായാലും അത്തരത്തിലൊരു അവയർനെസ് ഉണ്ട് ജനങ്ങൾക്കെല്ലാം, കാരണങ്ങളെ സംബന്ധിച്ചൊക്കെ. അതുപോലെ ഇമ്മ്യൂണൈസേഷൻ ആണെങ്കിലും ഇമ്മ്യൂണൈസേഷൻ റേറ്റ് ഈസ് ഓൾമോസ്റ്റ് 99.99%. 0.01% ഉള്ള ഒരു ആൻറ്റി വാക്സേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഡെലിബറേറ്റ് ആയിട്ട് വാക്സിൻ ചെയ്യാത്തതാണ്. അവർ അത് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടല്ല, അറിവില്ലായ്മ കൊണ്ടല്ല, അപ്പോൾ ബോധപൂർവമാണ്. അതെ. അത് ശരി. എന്തായാലും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് നമ്മുടെ സമയം ഏറെക്കുറെ അവസാനിക്കുന്നു. അതുകൊണ്ട് വളരെ സന്തോഷവും അഭിമാനമുണ്ട് എന്തായാലും മെൽബണിലെ വിറ്റിൽസി എന്ന സിറ്റിയുടെ ഡെപ്യൂട്ടി മേയറുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ താങ്കൾ ഇടയ്ക്കൊന്ന് പറയുണ്ടായി, ഇനി എന്തായാലും അവിടെ തന്നെയാണ്, ഇങ്ങോട്ടൊരു തിരിച്ചു വരവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നു. അതെ, അവിടെ പിന്നെ നമ്മുടെ റേഡിയോയിലൂടെ ആണല്ലോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കട്ടെ, അവിടെ റേഡിയോ എങ്ങനെയാണ്, പോപ്പുലർ ആണോ, ആൾക്കാർ കേൾക്കാറുണ്ടോ? റേഡിയോ പോപ്പുലറാണ്. ഞാൻ ആക്ച്വലി എൻ്റെ ന്യൂസ് കൂടുതലും കിട്ടുന്നത് ഞാൻ റേഡിയോയിലാണ്. കാരണം ഞാൻ അവിടെ കാരക്കരയിൽ ആദ്യം ചെയ്യുന്ന റേഡിയോ ഓൺ ചെയ്യുകയാണ്. ആക്ച്വലി ഓൺ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പിള്ളേരോടെ കാറിൽ പോകുമ്പോഴുള്ള കോൺഫ്ലിക്റ്റ്, അവർക്ക് പാട്ട് FM ഇടണം, എനിക്ക് ന്യൂസ് AM ഇടണം. അപ്പോൾ ഞാൻ ന്യൂസ് ചെയ്യുന്നത് AM ലാണ്. അതെ, അത് നന്നായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാർഷിക ദിനത്തിലും പറഞ്ഞു, ഈ AM എന്ന് പറഞ്ഞാൽ
എന്തോ FM-നേക്കാളും അല്പം കുറഞ്ഞതാണെന്നൊരു തോന്നൽ ഇവിടുത്തെ മാർക്കറ്റിൽ വന്നുപോയി. മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും ദേശീയ ചാനൽ AM ചാനലാണ്. അതെ അതെ. അപ്പോൾ ദേശീയ നേതാക്കൾ സംസാരിക്കുന്ന AM-ലാണ്. അത് വലിയൊരു ഓഡിയൻസിനെയാണല്ലോ AM ടാർഗറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ ലെവലിലൊരു പ്രോഗ്രാമിംഗ് ആണ് അവിടെ ഇവിടെ. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതെ അതെ. അവിടെ ഇനി മറ്റൊരു ഒരു പ്രൈവറ്റ് റേഡിയോക്ക് സ്കോപ്പ് ഉണ്ടോ? അവിടെ അങ്ങനെ പ്രൈവറ്റ് മേഖലയിൽ ഉണ്ട്. ഓസ്ട്രേലിയയിൽ ബേസിക്കലി മീഡിയ അവിടെ ABC ഒഴിച്ച്, അതായത് BBC പോലെ തന്നെ ABC ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അപ്പോൾ അവർക്ക് റേഡിയോ ഉണ്ട്. ഞാൻ സാറിന് ABC ആണ് ഇതിൽ കേൾക്കുന്നത്, ന്യൂസ് കേൾക്കാൻ വേണ്ടി കാറെ കേൾക്കുന്നത്. FM ചാനൽസ് എല്ലാ FM അല്ല, ABCക്ക് FM ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി FM ചാനൽസ് പ്രൈവറ്റ് കമ്പനികളാണ് ഓടിക്കുന്നത്. പ്രൈവറ്റാണ് ഓടിക്കുന്നത്. അതെ. ടെലിവിഷൻ ആണെങ്കിലും എന്താ പറയുക, ABC ഒഴിച്ച് ബാക്കി എല്ലാം പ്രൈവറ്റ് ചാനൽസ് ആണ്. മീഡിയ വളരെ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡന്റ് മീഡിയ ആണ് ഓസ്ട്രേലിയയിലുള്ളത്. മലയാളം ഒന്നുമില്ലല്ലോ അല്ലേ? മലയാളം ഒരു FM പ്രോഗ്രാം ഒരു മണിക്കൂർ നേരത്തേക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. അതെ അതെ, അത് അത്രേ ഉള്ളൂ. അത് വേറൊരു കമ്മ്യൂണിറ്റിയുടെ ചാനലാണ്. അവർ ഇങ്ങനെ പല കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിനും ഇങ്ങനെ ഓരോ മണിക്കൂർ നേരത്തേക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ മലയാളികൾക്ക് ഒരു സാറ്റർഡേ ഉച്ച കഴിഞ്ഞ് ഒരു മണിക്കൂറിൻ്റെ ഒരു ഇതുണ്ട്. അതിൽ മലയാളം പാട്ടുകളൊക്കെ വരാറുണ്ട്. അത് ശരി. ഓക്കെ. എന്തായാലും ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി. ഇനി ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് നിന്ന് വീണ്ടും ഒരു ഉന്നതമായ മറ്റൊരു സ്ഥാനത്തേക്ക് എത്തപ്പെടാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. എല്ലാ ആശംസകളും നേരുന്നു. എന്തായാലും ഇനിയും ഇതുപോലെ ഇപ്പൊ ഇവിടെ വന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? UAE വന്ന് ഞാൻ എൻ്റെ ബിസിനസ് കാര്യത്തിൽ വന്നതാണ്. ആക്ച്വലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് ഇവിടെ ലോക്കൽ ഇവിടെ എൻ്റെ പാർട്ണർ UAE-കാരനാണ്. അപ്പം ഞാനും പുള്ളിയും കൂടെ ഫ്രാങ്ക്ഫർട്ടിന് നാളെ ഒരു കോൺഫറൻസിന് ഒരു എക്സിബിഷന് പോവാണ് അല്ലേ? അത് ശരി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് ശരി. അപ്പോൾ ഇനിയും വരുമ്പോൾ പ്രവാസി ഭാരതിയുടെ ഈ സ്റ്റുഡിയോ സന്ദർശിക്കാൻ മറക്കണ്ട. തീർച്ചയായിട്ടും. താങ്ക്സ്. കുടുംബത്തിനും പ്രവർത്തനങ്ങൾക്ക് അങ്ങയുടെ ഒരു ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. മുഖാമുഖത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓസ്ട്രേലിയയിലെ മെൽബൺ വിറ്റിൽസി സിറ്റിയുടെ ഡെപ്യൂട്ടി മേയർ ശ്രീ ടോം ജോസഫുമായി K. ചന്ദ്രസേനൻ നടത്തിയ അഭിമുഖം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഖാമുഖം.